സ്തോത്രം. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുക. നമ്മുടെ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ വിഷയങ്ങൾ കാണുക. ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ, വഞ്ചകനുള്ള ഭൂമിയിൽ, ചതിയനുള്ള ഭൂമിയിൽ, കള്ളനുള്ള ഭൂമിയിൽ നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമുക്ക് എന്തു വേണം? ദൈവത്തിന് സുരക്ഷ. ദൈവം നമുക്ക് കാവല് തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല കേട്ടോ. ബൈബിൾ പറയുന്ന അങ്ങനല്ലേ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കും. എൻ്റെ അപ്പച്ചൻ നമുക്ക് കാവല് തന്നതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കാനുള്ളതിൻ്റെ കാരണം എൻ്റെ അപ്പച്ചൻ എന്നെ സൂക്ഷിച്ചതാണ്. എത്രയോ അനർത്ഥങ്ങളും ആപത്തുകളും പ്രശ്നങ്ങളും വന്നു. അവിടെ എല്ലാം നിൽക്കാനുള്ളതിൻ്റെ കാരണം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. എനിക്ക് അത് മാത്രമേ ഉള്ളൂ പറയാൻ കേട്ടോ. നമ്മളെ ഓരോരുത്തരും, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ആരും നമ്മുടെ കഴിവിൽ ജീവിച്ചവരല്ലല്ലോ. അയ്യോ, നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ എന്നോടല്ല, നിങ്ങൾ സ്തോത്രം പറയുന്ന അപ്പച്ചനോടാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്ന് നമ്മളിവിടെ വന്നത് നമ്മുടെ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാനല്ലേ, നമ്മുടെ അപ്പച്ചനെ ഉയർത്താനല്ലേ. അപ്പൊ അത് മാത്രം നിങ്ങൾ ഓർത്താൽ നിങ്ങളുടെ ഹൃദയം മൊത്തം അതായിരിക്കട്ടെ. നിങ്ങൾ ഒരു സ്തോത്രം പറയാൻ തോന്നിയാൽ പറഞ്ഞു, എന്നോടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം കേട്ടോ. ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കല്ലേ. അപ്പച്ചനോട് നന്ദി പറയണം. അപ്പച്ചനോട് നന്ദി പറയാൻ നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമോ. നിങ്ങൾക്ക് കരമുയർത്തണോ, എഴുന്നേറ്റ് നിൽക്കണോ, പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ ദൈവം നമ്മളെ നടത്തിയത് സൂക്ഷിച്ചതോ അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. ദൈവം ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, എവിടെയൊക്കെയോ ഇസ്രയേലിനെ ആട്ടുകൊറ്റൻ്റെ രക്തത്തിൽ, ഞാൻ ഇതൊക്കെ പറയാൻ പോയാണ്ടല്ലോ, അപ്പോൾ അതിൽ സമയം പോയിക്കൊണ്ട് എനിക്ക് ദൈവവചനം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ദൈവം എന്നെ അങ്ങനെ എൻ്റെ മീതെ ഒരു അഭിഷേകം തന്നേക്കുന്നത് കൊണ്ട്, ദൈവവചനം പഠിപ്പിച്ചേക്കുന്നു, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പറയാൻ തുടങ്ങിയാൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങ് ദൈവവചനത്തിൻ്റെ കാര്യങ്ങൾ കർത്താവ് തന്നെ ഓപ്പൺ ചെയ്തു തരും. നോക്കി, ഇവിടെ എല്ലാം നമ്മൾ ചിന്തിച്ചു. ഇന്നലെ രാത്രി ഞങ്ങൾ ഈ ഒരു പോർഷൻ അല്ലേ, നമ്മളിതൊന്ന് ചിന്തിച്ചു ഇന്നലെ. എൻ്റെ ദൈവമേ, എത്ര നല്ല ദൈവസാന്നിധ്യമായിരുന്നു. നമ്മുടെ പ്രേം ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിനിങ്ങിന്. എത്ര നല്ല ദൈവസാന്നിധ്യമായിരുന്നു. രാത്രി ദൈവവചനം ഞങ്ങൾ ചിന്തിച്ചത്. ഇവിടെ എല്ലാം നമ്മൾ ചിന്തിച്ചു. ഇവിടെയൊക്കെ പോട്ടെ, ഇടയൻ എന്നുള്ള വേർഡ്, ഇടയൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് വെള്ളം തരുന്നതും ആഹാരം തരുന്നവൻ മാത്രമല്ല, സിംഹമോ കരടിയോ തൻ്റെ ആടിനെ പിടിക്കാൻ വന്ന തൻ്റെ ജീവൻ വകവയ്ക്കാതെ കയറി നിന്ന് കൊടുക്കും. എൻ്റെ ആടിനെ തൊടാൻ പറ്റത്തില്ല, അതാ ഇടയൻ. അപ്പൊ ദൈവം നമ്മളെ എന്തുവാന്നാ പറഞ്ഞേക്കുന്നത്? യഹോവ എൻ്റെ ഇടയൻ. യേശു പറഞ്ഞു, ഞാനാ ഇടയനെന്ന്. യേശു പറഞ്ഞു എന്തുവാ? ഞാൻ നല്ല ഇടയനാന്നാ പറഞ്ഞേക്കുന്നത്. കാരണം ദൈവത്തിന്റെ ഒരു ക്വാളിറ്റിയാ. യോ, നിങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവം നമ്മുടെ ആരാ? നല്ല ഇടയൻ. ഒന്ന് നന്ദി പറഞ്ഞു അപ്പച്ചനോട്. ഓ ജീസസ്, ഇത്ര നല്ല ഇടയൻ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടി ചേർക്കുന്നത് പോലെ ആ ചിറക് ഇന്ന് പകൽ നമ്മുടെ മീതെ ഉണ്ട് കേട്ടോ. നമ്മുടെ മീതെ ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ എന്തുവാണ്? സർവായുധവർഗം. ഇവിടെ ഈ പോർഷനെല്ലാം നമ്മൾ കണ്ടതാ. ഇത് തന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു 10 minutes പോകും. സങ്കീർത്തനം മൊത്തം എത്ര 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 കാവല, എത്ര പോർഷൻ വീഡിയോകൾ നമ്മൾ കണ്ടു. ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട അനേക വീഡിയോകളും പല കാര്യങ്ങളും ഒക്കെ കേട്ടു. ഓക്കെ, യോബിന്റെ ചരിത്രത്തെ നമ്മൾ കണ്ടു. ഒരു വ്യക്തിയുടെ ചുറ്റും എത്ര കാവലുണ്ട്, എവിടെയൊക്കെയാ ബൈബിളിൽ പഠിപ്പിക്കുന്നത്. കാവല് നഷ്ടമായാൽ എത്ര തരത്തിലുള്ള അറ്റാക്കുകൾ വരും. അക്യൂസർ, ബൈബിളിലെ ഒരു വേർഡാണ്. സാത്താനെ കുറിച്ച് പറഞ്ഞു. എത്ര ടെസ്റ്റ് ഉണ്ട് ബൈബിളിൽ കേട്ടോ. ദൈവവചനം പഠിപ്പിക്കും നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ വരുന്നത്. കാവല് നഷ്ടമായാൽ എന്തു പറ്റും? ദേശത്ത് കാവലുണ്ട്. നമ്മൾ ഈ പോർഷനെല്ലാം ചിന്തിച്ചല്ലേ. നമ്മൾ ഇത് എക്സാമ്പിൾസ് എല്ലാം കണ്ടു. ഈ പോർഷൻ കണ്ടു. ന്യായാധിപന്മാരുടെ ചരിത്രം പഠിച്ചു. ന്യായാധിപന്മാരുടെ ഓരോ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ന്യായാധിപന്മാർ സ്ട്രഗിൾ ചെയ്തത്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്തത്? ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു അല്ലേ. അത് കഴിഞ്ഞ് ജെരമ്യാവിൻ്റെ ചരിത്രങ്ങൾ. യെരൂശലേം മതിലില്ലാതെ കിടക്കും, എന്നാൽ ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. ക്യൂനെസ്തർ ചരിത്രങ്ങൾ നോക്കി. ഹിസ്റ്ററി ഓഫ് ഇസ്രയേലിൻ്റെ മടങ്ങി വരവ്. എന്തിനാ ഇസ്രയേൽ പ്രവാസത്തിൽ പോയത്? പല ചരിത്രങ്ങൾ അല്ലേ.
ഞാൻ ഈ ഒരു കാര്യം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? ഈ ബില്ലി ബ്രിമിന്റെ ചരിത്രമൊക്കെ പറഞ്ഞായിരുന്നോ ആൻറ്റി? പറഞ്ഞിട്ടില്ല, ഇല്ല. ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയൺ ഡൂം പറഞ്ഞായിരുന്നു, ഏഞ്ചൽസ് ഇൻ ദ സിറ്റി പറഞ്ഞായിരുന്നു, ദൊഡ്ഡണ്ണന്റെ ചരിത്രം പറഞ്ഞായിരുന്നു, നേഴ്സസ് ഇൻ കൽക്കട്ട അത് ഞാൻ പറഞ്ഞായിരുന്നു, ചിത്രരഞ്ജൻ ഹോസ്പിറ്റൽ. ഇന്നിപ്പോൾ അവിടെ കുറേ നേഴ്സസ്മാരുണ്ട് അവിടെ, ഇപ്പോൾ അവിടെ നമ്മുടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്. ഇത് ബില്ലി ബ്രിമിന്റെ ഒരു ചരിത്രം ഞാൻ പറയാം. ഇത് ബില്ലി ബ്രിമിന്റെ ചരിത്രം. ഇത് സിത്ത് റോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചാനലിനകത്ത് വന്നത്. ഇറ്റ്സ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് വന്നത്. പുള്ളി ഒത്തിരി പേരെ ഇന്റർവ്യൂ എടുക്കുന്ന. അതിനകത്ത് ഈ മനുഷ്യന് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാം, ഒരു 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 ദേവദാസനെ ഇന്റർവ്യൂ ചെയ്യാം. അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നത് ബില്ലി ബ്രിം എന്ന് പറയുന്ന ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈ ബില്ലി ബ്രിമിന്റെ ഒരു ഫ്രണ്ട് അങ്ങാണ്ടാണ്, ഒരു സീനിയർ ഒരാളാണ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. സ്റ്റീവൻസൺ വർഷങ്ങൾക്ക് പുറകെ നടന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഈ സംഭവം ഈ ഇറ്റ്സ് സൂപ്പർ നാച്ചുറലിനകത്ത് പറയാം. ബില്ലി ബ്രിം പറയാ, സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ ഒരാൾ അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ദൈവദാസനോട് ദൈവം പറഞ്ഞു, പുള്ളിക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. തന്നോട് ദൈവം പറഞ്ഞു, നിങ്ങൾ കാനഡയ്ക്ക് പോയി മിനിസ്ട്രി ചെയ്യണമെന്ന് പറഞ്ഞു. കാനഡയ്ക്ക് പോയി മിനിസ്ട്രി ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു നല്ല ദൈവദാസന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ. ഈ ദൈവദാസനോട് പോകാൻ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, കർത്താവേ ഞാൻ പോവാം, എൻ്റെ അമേരിക്കയിലുള്ള എല്ലാ കാര്യങ്ങളും വിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ കാനഡയിൽ പോയി മിനിസ്ട്രി ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഈ ശബ്ദം കേട്ടു അല്പം മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തനിക്ക് മനസ്സിലായി സ്പിരിച്വൽ മണ്ഡലം ഇളകി, ആത്മമണ്ഡലം ഇളകി. താൻ അങ്ങ് അസ്വസ്ഥമാവുക. പിശാച് വന്നിട്ട് തന്നോട് പറയാ, നീ പോകരുത്, നീ പോയാൽ നിന്നെ ഞാൻ തകർത്ത് കളയും. കാരണം ദൈവപ്രവർത്തികൾക്ക് എന്നും എതിരെ പിശാചുണ്ട്, നീ പോകരുത്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പിശാചിന്റെ ശബ്ദം കൂടിക്കൂടി വരും. പിശാച് പറയാ, നീ പോയാ നിന്റെ 5 കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ ഇട്ട് കൊന്നുകളയും, നീ പോകല് പറഞ്ഞു. പിശാചിനോട് പറഞ്ഞ ദേവദാസന പറഞ്ഞു, നിനക്ക് കൊല്ലാൻ പറ്റത്തില്ല, കാരണം ഞാൻ കർത്താവിന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇപ്പം അപ്പോഴത്തേക്കിന് അറ്റാക്കുകളുടെ സമയം കൂടി. പറഞ്ഞു, നിന്റെ വീടൊന്ന് തുറന്നു നോക്ക്, നിന്റെ ലോൺസിലോട്ട് നീ നോക്ക്, നീ മുറ്റത്തോട്ട് നോക്കുമ്പോൾ കാണാം ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ 5 കുറുക്കന്മാരെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇദ്ദേഹം പറയുക, ഇദ്ദേഹത്തിന്റെ വിൻഡോ കൊണ്ട് ഡോർ തുറന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ അവരുടെ ഒത്തിരി ഫീൽഡുകളുണ്ട്, സ്ഥലമുണ്ട്, ഒത്തിരി ലോൺസ് കാണാം. അവിടെയെല്ലാം താൻ നോക്കുമ്പോൾ കുറുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. താൻ പറയാ, ഇന്ന് വരെ താൻ കുറുക്കന്മാരെ അവിടെ കണ്ടിട്ടില്ല. ഷാജി പറഞ്ഞെന്തോ, ഞാൻ കുറുക്കന്മാരെ നിന്റെ 5 കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കുറുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ സംഭവം പന്തികേടുണ്ട്. ഇദ്ദേഹം തന്നെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ പെട്ടെന്ന് വാ, ഞങ്ങളുടെ വീട്ടിൽ വാ. പാസ്റ്റർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പാസ്റ്ററോട് ഈ കാര്യം പറഞ്ഞു. പാസ്റ്ററും കുടുംബവുമായിട്ട് ഇവരൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇവരെല്ലാം കൂടെ കുടുംബമായിട്ട് കൈകോർത്ത് വരുന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ സമയം ഒരു പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് സ്റ്റീവൻസൺ കാനഡയ്ക്ക് പോകണം, താൻ ദൈവം വാടി തുറക്കും, കർത്താവിൻ്റെ വാക്കിനെ അനുസരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നു, ഞങ്ങൾ അത് ദൈവം മുമ്പിൽ വെക്കുക. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഈ സ്റ്റീവൻസന്റെ പാസ്റ്റർ ഒരു വേർഡ് പറയുന്ന വേർഡ് എന്ന് പറയുക, ഐ ഡ്രോ ദ ലൈൻ അറൗണ്ട് ദിസ് കോമ്പൗണ്ട്. ഞാൻ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ ഈ കോമ്പൗണ്ടിന് ചുറ്റിനും ഒരു ലൈൻ വരയ്ക്കുന്നു. ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വേർഡ് പറയുന്നത്, ഞാൻ ഈ കോമ്പൗണ്ടിന് ചുറ്റും ഒരു യേശുവിൻ്റെ രക്തം കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ കോമ്പൗണ്ടിന് ചുറ്റും ഞാൻ യേശുവിൻ്റെ രക്തം കൊണ്ട് ഒരു ലൈൻ വരയ്ക്കും. ഇദ്ദേഹം ഇത് ഉരുവിട്ട് പ്രാർത്ഥിക്കാം. എന്തൊക്കെയോ റിലീസിങ് നടന്നു. താൻ ഫ്രീ ആയി. തനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സ്പിരിറ്റിൽ റിലീസിങ് നടന്നു. താൻ അടുത്ത ദിവസം കാനഡയ്ക്ക് പോയി. തൻ്റെ വൈഫും കുഞ്ഞുങ്ങളും അമേരിക്കയിൽ തന്നെയുണ്ട്. താൻ കാനഡയ്ക്ക് പോയി. പിന്നെ സ്ലോലി താൻ ഇവരെ മൂവ് ചെയ്യാൻ ഓർത്തോണ്ട് പോയി. അങ്ങനെ കൊണ്ടുപോയി താൻ അവിടെ ചെന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് സ്ലോലി അങ്ങനെ ട്രാൻസിഷൻ നടക്കുക. താൻ അവിടെ ചെന്ന് ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പം തൻ്റെ ബ്രദറിൻ്റെ ഒരു എഴുത്ത് വന്നു. അന്നത്തെ കാലത്ത് എഴുത്ത് വന്നു. എഴുത്തെടുത്ത് താന് വായിക്കുമ്പം ആ എഴുത്തിനകത്ത് ബ്രദറിന് ഈ സംഭവങ്ങളൊന്നും അറിയത്തില്ല. ബ്രദർ ഇന്ന് രാവിലെ ഞാൻ മോർണിംഗ് വോക്കിന് നിന്റെ ലോൺസിന്റെ നിന്റെ ഫീൽഡിന് അടുക്കൂടെ ഞാൻ നടന്നു പോയപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അവിടെ ഒന്നും കാണാൻ പറ്റാത്ത പോലെ 5 കുറുക്കന്മാര് നിന്റെ ബൗണ്ടറി ചത്ത് കിടക്കുന്നു. നീ അവിടെ ഇലക്ട്രിക്കൽ ഫെൻസിങ് വെച്ചിട്ടാണോ പോയെന്ന്? നീ അവിടെ ഇലക്ട്രിക്കൽ ഫെൻസിങ് വല്ലതും വെച്ചിട്ടാണോ നീ കാനഡയ്ക്ക് പോയത്? 5 കുറുക്കന്മാർ ആ ബൗണ്ടറി ചത്ത് കിടക്കുന്നത്. ഈ മനുഷ്യനെ ലെറ്ററും പിടിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക.
ലെറ്ററും പിടിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. എന്തോ സംഭവിച്ചെന്നറിയാം? യേശുവിൻ്റെ രക്തത്തിൻ്റെ ലൈൻ ഞാൻ വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവദാസൻ വരച്ചതാ. ആ വാക്ക് പറഞ്ഞു, ആ പറഞ്ഞ ദൈവദാസൻ പോയി, പക്ഷെ പറഞ്ഞ വാക്ക് അവിടെ നിന്നു. ഇതാണ് ദൈവത്തിൻ്റെ കാവൽ. ആത്മമണ്ഡലം റിയാലിറ്റിയാ കേട്ടോ. ആത്മമണ്ഡലം എന്തോന്നറിയാം? റിയാലിറ്റി. ദൈവ മക്കൾ വിശ്വസിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവവചനം കയറട്ടെ. വചനമാണ് നിങ്ങളെ ചാർജ് ചെയ്യുന്നത്, ഇഗ്നൈറ്റ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ആരാ ചാർജ് ചെയ്യുന്നത്? വചനം. ഓ, നിങ്ങൾ വചനത്തെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക. ഓ, എത്ര നല്ലൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ ഇനി ഇത്ര കോൾട്ടൺ വിക്രമാദിത്യന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നോ? ശ്രീലങ്കയിൽ നടന്ന ചരിത്രം പറഞ്ഞില്ലേ ആൻറ്റി? പറഞ്ഞ ഓക്കെ. ഐ തിങ്ക് ഓക്കെ. ഈ ചരിത്രങ്ങൾ ഞാൻ ഇനി ഉദാഹരണം പറയാതെ മുന്നോട്ട് പോട്ടെ. നോക്കി, ഇവിടെ ഞങ്ങൾ കണ്ടു ദൈവത്തിന്റെ കാവൽ. മന്ത്രവാദങ്ങൾ നടക്കാതെയായി. ഇസ്രായേലിനെ ശപിക്കാൻ വന്നതാ ആരാ? ബിലെയാം. മന്ത്രവാദം ഫലിക്കുന്നില്ല, കാരണം ജനം പ്രൊട്ടക്റ്റഡാ. പിന്നെ എങ്ങനെയാ മന്ത്രവാദം കയറുന്നത്? എടാ, തീക്കകത്ത് ഉറുമ്പ് കയറുമോ? അഗ്നിമേഘ തൂണിനകത്ത് ജനം ഇരിക്കുമ്പം എങ്ങനാ ഈ ഉറുമ്പും ഈച്ചയും കയറാൻ പറ്റുന്നത്? ഇവിടെ എല്ലാം നമ്മൾ കണ്ടതാണ്, നമ്മൾ അങ്ങ് പോവാ. ഇവിടെ എല്ലാം നമ്മൾ പഠിച്ചതാ. ഇത് കണ്ടായിരുന്നല്ലേ? ഈ പോർഷൻ കണ്ടായിരുന്നു. ഓ ഗോഡ്, ഇവിടെ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഡോറുകൾ ഓപ്പൺ ചെയ്യുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ ഇവിടെ നമ്മൾ ലാസ്റ്റിൽ ഇതാ കണ്ടല്ലേ, ഇവിടെ വരെ കണ്ടു. ഇനി നമ്മൾ കാണുക എങ്ങനെയാണ് ഡോറുകൾ തുറക്കാനുള്ള, നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ അധികാരികളോ എങ്ങനെയാണ് ഡോറുകൾ തുറന്നത്. ഇന്ന് ഈ രണ്ട് പോർഷൻ നമുക്ക് കണ്ടു നിർത്താം. ഓ ഗോഡ്, യേശുപ്പച്ചന് സ്തോത്രം, പരിശുദ്ധാത്മാവിന് നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഡോറുകൾ തുറക്കുക. ഡോർ എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും ദൈവം തന്നിരിക്കുന്ന ഒരു വേലിയുണ്ട്. ആ വേലി ദൈവം ഒരിക്കലും പൊളിച്ചു കൊടുക്കത്തില്ല. പക്ഷെ പലപ്പോഴും പൊളിച്ചു കൊടുക്കുന്നത് ആരാന്നറിയാമോ? നമ്മൾ തന്നെ. എങ്ങനെ നമ്മുടെ വേലി പോകുന്നത്? പാപനിമിത്തം. നമ്മളതെല്ലാം കണ്ടു. പാപമാണ് നമ്മുടെ വേലിയെ മാറ്റിക്കളയുന്നത്. ദൈവം നമുക്ക് തന്നേക്കുന്ന സുരക്ഷയെ അതിനകത്തായിരിക്കണം നമ്മുടെ യാത്ര. ആ വേലി ഇടിച്ചു കളയുന്നത് ആരാ? നമ്മൾ തന്നെ, പാപം. അല്ലെങ്കിൽ നമ്മൾ കണ്ട് 3 രീതികളിലാണ് ഒരു വ്യക്തിയുടെ മീതെ പ്രോബ്ലം വരുന്നത്. ഒന്ന്, വ്യക്തിപരം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാപം. 2, ഫോർഫാദേഴ്സ്, പൂർവ മാതാപിതാക്കൾ, നമ്മളത് കണ്ടു. 3-മത്തേത് അതോറിറ്റി. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതോറിറ്റി. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനിയും നമ്മൾ അതിനു വേണ്ടി എങ്ങനെയൊക്കെ ആയിരിക്കും അവർ തുറന്നു കൊടുത്തത്. ഇനി അതിൻ്റെ മേജർ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. മേജർ കാര്യം, നിങ്ങൾ ഒരു വേർഡ് റിയലി ആഴത്തിൽ എഴുതി വെക്കണേ. നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ, എൻ്റെ ഉൾപ്പെടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും വിട്ടുമാറരുതാത്തത് 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ വചനം വിട്ട് നിങ്ങൾ ഇടത്തോട്ട് മാറില്ല, ഒരിക്കലും മാറില്ല. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളങ്ങ് സ്നേഹിക്കണം. നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് മറ്റൊരു കാര്യത്തില്ല. കർത്താവേ, അങ്ങയോട് കൂടുതൽ അടുക്കാൻ എനിക്ക്, വചനം കൂടുതൽ ഗ്രഹിക്കാൻ എനിക്ക് ഞാൻ ഉപവസിക്കുക കേട്ടോ. ഒരിക്കലും വിട്ടുമാറല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. 1-മത്തെ കാര്യം എന്തുവാ? വചനം യേശുവാ. 2-മത്തേത് എന്തുവാ? അവന്റെ പരിശുദ്ധാത്മാവ്. 2 കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും വിട്ട് മാറരുത്. എന്തൊക്കെ കാര്യങ്ങൾ? 1-മത്തേത് വചനം വിട്ട്. 2-മത്തെ എന്തുവാ? പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് പറയാമോ? 1-മത്തെ എന്തുവാ? വചനം വിട്ട് നിങ്ങൾ പോകൽ. ഒരു ദൈവവൈതലിന് ഒരിക്കലും വിട്ടുപോകൽ വചനം. അബദ്ധം പറ്റിയിട്ട് നിങ്ങൾ പോയി കണ്ടുപിടിക്കൽ, ഈ അബദ്ധത്തെ ന്യായീകരിക്കാൻ ബൈബിളിൽ വാക്യമുണ്ടോ? കണ്ടുപിടിക്കൽ. അത് മഹാതെറ്റ. അബദ്ധം പറ്റിയോ? കർത്താവിന് അടുക്ക പോയിട്ട് പറഞ്ഞ, കർത്താവ്, ഞാൻ മനുഷ്യനാണ്, ഞാൻ ബലഹീനൻ, എനിക്കങ്ങ് പറ്റി, എന്നോട് ക്ഷമിക്കണേ.
എൻ്റെ ജീവിതത്തെ എനിക്ക് ഒരു അവസരം കൂടെ തരണേ, അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് അങ്ങ് കഴുകണേ. ഇത് ഞാൻ പാസ്റ്റർമാർ ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞൊരു വാക്യം കണ്ടുപിടിക്കും. ന്യായീകരിക്കാൻ പോലും ദൈവത്തിന് അത് ഒട്ടും ഇഷ്ടമല്ല. നമ്മളെല്ലാം മനുഷ്യരാന്ന് ദൈവത്തിന് അറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനത, പാപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നെടുമ്പാട് വീണം. രണ്ട് കാര്യങ്ങൾ ഒരിക്കലും വിട്ടുമാറില്ല. എന്തിനൊക്കെയാ? വചനത്തെയും പരിശുദ്ധാത്മാവിനെയും. പല വ്യക്തികളും ദൈവത്തിൻ്റെ വചനത്തോട് റിബൽ ചെയ്തു. നമ്മുടെ പിതാക്കന്മാർ കേട്ടോ. ഞാനൊരിക്കലും എൻ്റെ ഗ്രാൻഡ് മദർ മരിക്കുന്നതിന് മുമ്പേ, ഗ്രാൻഡ് മദർ പിന്നെ കർത്താവിനെ അനുസരിച്ച്, ഗ്രാൻഡ് മദറിനോട് ഞാൻ പറഞ്ഞു, മർത്തോമയുടെ അങ്ങ് ഭയങ്കര സ്പിരിറ്റ് നിൽക്കുക. എന്നുവെച്ചാൽ എൻ്റെ ഉപ്പാപ്പനൊരാൾ മർത്തോമയിലെ അച്ഛനും കൂടെ കൂടി. അപ്പോൾ അങ്ങനെ സ്പിരിറ്റ് നിൽക്കുക. ഞാൻ പറയാൻ അമ്മച്ചി കർത്താവിനെ അറിയണം. കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം നരകത്തിലാണ്. എടാ നീ പറയുന്ന പോലെ നരകത്തിലും ആരെങ്കിലും ഒക്കെ വേണ്ടായോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. നരകത്തിലും ആരെങ്കിലും ഒക്കെ വേണ്ടായോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എല്ലാവരെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ എന്തോ എടുക്കും. അവസാനം പുള്ളിക്കാരൻ ഇത് ചെയ്തു, സ്നാനപ്പെട്ടിട്ടാ പോയത്. സ്നാനപ്പെട്ടിട്ടാ മരിച്ചു പോയത്. റിബല് ചെയ്യൽ. ബൈബിള് പറയുന്നു സ്നാനപ്പെടണം. ഞാൻ സ്നാനപ്പെടത്തില്ല. ബൈബിള് പറയുന്നു വിശുദ്ധി ജീവിക്കണം. ഇല്ലില്ല, എന്നെ കൂടെ ആരെങ്ങനെ വിശുദ്ധി ജീവിക്കുന്നു? നിങ്ങളിപ്പോ ദൈവം പറഞ്ഞേക്കുന്നത് വാക്ക് വ്യക്തിപരം. അങ്ങനെ ആരാ ജീവിക്കുന്നത്? ബൈബിള് പറയുന്നു. കർത്താവിന്റെ വചനം പറയുന്നവനെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന്. അപ്പൊ അങ്ങനെ പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റിയ ദൈവത്തിന്റെ വചനത്തോട് റിബല് ചെയ്യല്ല കേട്ടോ. എന്തു വന്നാലും ദൈവത്തിന്റെ വചനത്തോട് നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞിരിക്കണം കേട്ടോ. നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞിരിക്കണം. കർത്താവ് എന്തിനെ സ്നേഹിക്കുന്നു അതിനെ നിങ്ങളും സ്നേഹിക്കണം. കർത്താവ് എന്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞ ദൈവമക്കളെ, നമുക്ക് പഠിക്കുകയല്ലേ, കൂടുതൽ പറയണം. കർത്താവ് എന്തിനെ വെറുക്കുന്നോ നിങ്ങൾ അതിനെ വെറുക്കണം. കർത്താവ് ഇവിടെ കുറച്ച് സംസാരിക്കുന്നു, നമ്മളും അവിടെ കുറച്ച്. കർത്താവ് എന്തിടത്ത് മിണ്ടാതിരിക്കുന്നു അവിടെ നമ്മളും. പക്ഷെ നമ്മളെല്ലാവരും തിരിച്ചല്ലേ. കർത്താവ് ഇവിടെ കുറച്ച് സംസാരിക്കുന്നു, അവിടെ നമ്മൾ കയറി ഒത്തിരി സംസാരിക്കും. അങ്ങനല്ല. റിബല് ചെയ്യല്. നമ്മുടെ പിതാക്കന്മാർ ദൈവവചനത്തോട് റിബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. നമ്മൾ ക്ഷമ ചോദിക്കണം. അവർ മരിച്ചുപോയി കാണാം. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടോ. അവർ മരിച്ചുപോയി കാണാം. പക്ഷെ നിങ്ങൾ ക്ഷമ ചോദിക്കണം. ബൈബിൾ വാക്യങ്ങളും ഒക്കെ നിങ്ങളോട് പഠിപ്പിക്കാം. അടുത്തത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള മറുതലിപ്പ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞു. പക്ഷെ എൻ്റെ മേലെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും ദൈവസഭയും കുറ്റം പറയല്. ഞാൻ ബലഹീനനായിരിക്കാം, ഞാൻ മനുഷ്യനാണ്. ആ പരിശുദ്ധ റോയ് പാസ്റ്റർ തെറ്റാ ചെയ്ത് അത് പറയാം നിങ്ങൾക്ക് കേട്ടോ, അത് പറയാം. പക്ഷേ ഒരു ദൈവദാസനെ അദ്ദേഹത്തിന്റെ മീതെ വ്യാപരിച്ച പരിശുദ്ധാത്മാവിനെ കുറ്റം പറയല്ല. നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകാൻ, ആരെയും കുറ്റം പറയാൻ. ഒരാൾ വീണോ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കണേ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു ദൈവഭൃത്യൻ വർഷങ്ങൾക്ക് പുറകെ പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ ചെവിയിൽ ഇന്നും കിടപ്പുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഇന്നും കിടപ്പുണ്ട്. താന് ഒരിക്കൽ ഒരു ദൈവദാസൻ, ഒന്നും എവിടെയാ എന്തോ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ നമുക്കൊരു വ്യക്തിയെ ഒരാളെ പോലും മുന്നേ കൊണ്ടുവരണം. ഒരു ദൈവദാസന് ആഴമായി മുറിവേറ്റു. എന്തോ പ്രശ്നത്തിൽ താൻ വീണതാ, തനിക്ക് മുറിവേറ്റിട്ട് തന്നെക്കുറിച്ച് ആൾക്കാർ മൊത്തം ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റം പറഞ്ഞ് ഭയങ്കരമായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇത് ഒരു ദൈവദാസന്റെ ചെവിയിലെത്തി. എന്ന് വെച്ചാൽ നിങ്ങളും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളും ഇദ്ദേഹത്തെ കുറ്റം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലെറ്ററുകളെല്ലാം ഈ ദൈവദാസൻ വായിച്ചു. മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളെല്ലാം കേട്ടത് വായിച്ചു. ആരാണ്ട് എഴുതി വായിച്ചു. അന്ന് രാത്രി താൻ പക്ഷെ കുറ്റം പറയാൻ പോയില്ല. താൻ അന്ന് രാത്രി ദൈവത്തോട് സംസാരിക്കുക. ദൈവം അന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിച്ചു. സ്വപ്നം കാണിക്കുന്ന ഇങ്ങനെ, ഒരു യുദ്ധം നടക്കും. താനൊരു പട്ടാളക്കാരൻ, അതുകൊണ്ട് തന്നെ ദൈവം കാണിച്ച കണ്ട ഒരു യുദ്ധം നടക്കും. ആ യുദ്ധം നടന്നിട്ട് ഒത്തിരി പട്ടാളക്കാർ മുറിവേറ്റിട്ട് ആംബുലൻസിൽ പെട്ടെന്ന് മിലിറ്ററിയുടെ ഹോസ്പിറ്റലോട് കൊണ്ടുവന്ന് കയറ്റും.
മുറിവേറ്റ് ഈ ബുള്ളറ്റിൻ്റെ പീസുകളൊക്കെ കയറിയ അങ്ങനെയുള്ള തകർന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ആർമിയുടെ ഹോസ്പിറ്റലോട് വരും. ആർമിയിൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അവർ കീറി മുറിച്ച് ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് അവിടെ കിട്ടും. അവനെ ഇത്ര മാസങ്ങൾക്കാവും വീണ്ടും അവനെ ഫീൽഡിൽ എത്തിക്കും. അവർ ആ ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് ഇന്ത്യയിലെ പട്ടാളക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത്. ഇവനെ കീറി മുറിച്ച് ഇവനെ എല്ലാം മിലിറ്ററി ഹോസ്പിറ്റലിൽ എല്ലാം ചെയ്ത് മുറിച്ചത് അകത്ത് കയറിയതെല്ലാം എടുത്ത് കളഞ്ഞ് ഇവനെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും മരുന്നും എല്ലാം കൂടെ കൊടുത്ത് ഇവനെ വീണ്ടും സൗഖ്യത്തോടെ ഇവൻ്റെ യുദ്ധത്തിന് വേണ്ടി വിടുന്ന ആ ഒരു കാര്യം കാണിക്കുക. എന്നിട്ട് കർത്താവ് ചോദിക്കുക, എൻ്റെ പടയാളിയായ ഒരു വ്യക്തിക്ക് മുറിവേറ്റിരിക്കുക, എല്ലാവരും കൂടി അവനെ തകർക്കാൻ നോക്കുന്നതിന് പകരം അവൻ്റെ മുറിവ് കെട്ടി വീണ്ടും ഫീൽഡിലോട്ട് വിടാൻ ആരെങ്കിലും ഉണ്ടോ? പിശാച് ചെയ്യുന്നത് എന്തുവാ? ഒരാൾ വീണാൽ അവനെ കൂടുതൽ ചവിട്ടും. പക്ഷെ യേശു കർത്താവ് എന്തോ ചെയ്യുന്നത്? വീണവനെ എഴുന്നേൽപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരുടെ ഏജന്റ് ആയിരിക്കും? ഒരാൾ വീണാൽ അവനെ ചവിട്ടല്ല. അവൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാം, കൺഫസ് ചെയ്യാൻ പറയാം, എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കാം. കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ എതിരെ കുറ്റം പറയില്ല. നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ചെയ്തത്. അടുത്തത് ഐഡലട്രി. ദൈവം വെറുക്കുന്ന ഒരു കാര്യം വിഗ്രഹാരാധന. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് ഐഡലട്രി. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാ ദൈവം? സകല പ്രപഞ്ചവും സകല കോടാനുകോടി ഗ്രഹങ്ങളെ സൃഷ്ടിച്ചവനും ഇന്നും സൃഷ്ടിച്ച് ഭരിക്കുന്നവനുമാ ദൈവം. അല്ലാത്തതിനെ എല്ലാം വിളിക്കുന്ന കള്ളപ്പിശാചെന്നാണ്. ഇന്ത്യയിൽ ചില ദൈവങ്ങൾക്ക് ഭയങ്കര, പക്ഷെ കേരളത്തിലൊരു ദൈവമുണ്ട്, കർണാടകയിൽ വേറൊരു ദൈവം, ചില ചൊറിക്കൊരു ദൈവം, പനിക്കൊരു ദൈവം, ചില കല്യാണത്തിനൊരു ദൈവം, വേറെ കാര്യത്തിനൊരു ദൈവം. ആ പുള്ളിക്ക് അപ്പുറത്ത് പാകിസ്ഥാനിൽ പോയാൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാകിസ്ഥാനിലെ ദൈവത്തിന് ശ്രീലങ്കയിൽ പറ്റത്തില്ല. ശ്രീലങ്കയിലെ ദൈവത്തിന് അമേരിക്കയിൽ പറ്റത്തില്ല. അമേരിക്കയിലെ കർത്താവ് ഇസ്രയേലിൽ പറ്റത്തില്ല. എല്ലാത്തിനും വേറെ വേറെ ദൈവം. ഇതൊന്നും ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? സൃഷ്ടിതാവ്. സകല പ്രപഞ്ചത്തെയും സകല മനുഷ്യനെയും സകല രാജാക്കന്മാരെയും സകലത്തെയും സൃഷ്ടിച്ചവനും ഇന്നും നിയന്ത്രിക്കുന്നവനും സുപ്രീം അതോറിറ്റി ഉള്ളവനുമാണ്. അതാ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആണോ? അല്ലാത്തതെല്ലാം കള്ളപ്പിശാചുക്കളാണ്. നമ്മൾ വിഗ്രഹാരാധനയ്ക്ക് പോകരുത്. നമ്മുടെ പിതാക്കന്മാർ ആരെങ്കിലും അറിവില്ലായ്മ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ബ്ലാക്ക് മാജിക്, മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ഒരിക്കലും നമ്മൾ പോകരുത്. ദൈവം വെറുക്കുന്ന കാര്യം. എത്ര പറയണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ഉദാഹരണം പറയട്ടെ, അവിടെ മനസ്സിലാകും. ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്നാണ്, കർണാടകയിൽ നിന്നാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ വീട്ടിൽ വരെ പറഞ്ഞേ, ഞങ്ങളുടെ ആ വീട്ടിലൊരു മരണം നടന്നു. ആ വീട്ടിലെ ബ്രദർ പെട്ടെന്ന് മരിച്ചുപോയി. ചെറുപ്പക്കാരനാണ്, ഇത്തിരി പ്രായമൊന്നുമില്ല, 45 വയസ്സൊക്കെ കാണത്തുള്ളൂ. പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ ആ മരണത്തിന് പോയി. അതൊരു മലയാളി കുടുംബമല്ല, വേറൊരു കുടുംബം. മരണത്തിന് പോയി. മരണം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ആ വീട്ടിൽ നിന്ന് വിളിക്കാം. അവരൊരു പകുതി വിശ്വാസിയാണ്. ആ മരിച്ച വീട്ടിലെ വൈഫും കുടുംബവും എല്ലാം വല്ലപ്പോഴും ഒക്കെ ഒന്നൊന്ന് പ്രാർത്ഥന നടക്കുമെന്ന് തല കാണിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. ചിലരുടെ ദർശനം വരത്തില്ല, പക്ഷെ എന്നാലും അവർക്ക് എന്നെ അറിയാം. അവരുടെ റിലേറ്റീവ് പ്രാർത്ഥനയ്ക്ക് വരുന്നു, അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരും. ആ റിലേറ്റീവ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ആ മരിച്ച വീട്ടിലൊന്ന് വരണം, ആ വീട്ടിൽ മന്ത്രവാദം വെച്ചിട്ടുണ്ടോ, ഒന്നൊന്ന് എടുത്തു കാണണം. ഞാൻ മന്ത്രവാദം വെച്ചിട്ടുണ്ടെന്ന് ആരും പറഞ്ഞു, അവർക്കത് അറിയാം, വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് സംഭവിക്കുന്നത്? പൊതുവെ മന്ത്രവാദം എവിടെയാണെന്നുള്ള പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. ഇവർക്ക് ഇതെല്ലാം അറിയാവുന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഇവരോട് പറഞ്ഞു, അവിടുത്തെ വൈഫ്, മരിച്ചുപോയ ആങ്കിളിൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഈ സ്വിച്ച് ബോർഡിനകത്ത് എല്ലാം മന്ത്രവാദം വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ ആരാ കൊണ്ട് മന്ത്രവാദം വെച്ച്? ആ മരിച്ചുപോയ പുള്ളിക്കാരനെ കൊണ്ട് വെച്ചാൽ. ആ ഭാര്യയ്ക്ക് അറിയാതെ. ഞാൻ ചോദിച്ചു, എന്തിനാ കൊണ്ട് വെച്ചതെന്ന് ചോദിച്ചു. അതെ, അവരുടെ ബിസിനസ്സിന് വേണ്ടി കൊണ്ടുവച്ചാന്ന്. ഇതൊന്നും ബിസിനസ് കൊണ്ട് വെച്ചല്ല. പിന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, തുറന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കാതെ നിങ്ങൾ പറഞ്ഞു തന്നില്ല. തുറന്നു നോക്കിയപ്പോൾ എല്ലാ സ്വിച്ച് ബോർഡിനകത്ത് പവറിൻ്റെ കൂട്ടത്തിൽ വേറെ പവറും കൂടെ വെച്ചേക്കോ അല്ലേ, എല്ലാത്തിൻ്റെ അകത്തും. ഇതെല്ലാം കൂടെ എടുത്തു, പ്രാർത്ഥിച്ചു, എടുത്ത് കത്തിച്ച് കളഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഒരാളെ കണ്ടു. എന്നോട് ചോദിച്ചു, ആ വ്യക്തി മരിച്ചു പോയല്ലോ, ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഇവർ തമ്മിൽ എനിമിയാ.
അപ്പൊ എന്നോട് പറയാം, എനിക്ക് ഇവരെല്ലാം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ അത്ര തൊട്ട് പറയാതെ, ഈ മരിച്ചുപോയ വീട്ടിലെ ആ കുടുംബം ഓപ്പോസിറ്റിലുള്ള മറ്റൊരു ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഉള്ള അവിടെ 2 ദൈവമക്കളാണ്. അവരോട് ദേഷ്യവും. ഇവർക്ക് നേരെ മന്ത്രവാദം ചെയ്യുവരും. ഈ ബിസിനസ്സുകാരൻ ഇവർക്ക് നേരെ മന്ത്രവാദം ചെയ്യും. മന്ത്രവാദം ചെയ്തത് ഇങ്ങോട്ട് വിടും. എങ്ങാണ്ട് പോയി ഏതാണ്ട് താന്ത്രിക ആരെങ്കിലും ഇങ്ങോട്ട് വിടുന്ന സമയത്ത് ഇവിടുത്തെ 2 പേര് അഭിഷക്തന്മാരാണ്. അവരുടെ മീതെ കിടക്കുന്ന വ്യാപരിക്കുന്ന അഭിഷേക നിറത്തിൽ അവർ കർത്താവ് യേശുവിനാഥി സ്വോത്രം എന്ന് പറയത്തുള്ളൂ. ഈ സാധനം പോയതിനേക്കാളും സ്പീഡിന് ഈ പുള്ളിയുടെ വീട്ടിൽ തിരിച്ചു വരും. ഇങ്ങനെ ഈ പുള്ളി അതിനേക്കാൾ ശക്തിയുള്ളതിന് വിട്ടു. കുറെ എണ്ണത്തെ അങ്ങ് വിട്ടു. പല സമയങ്ങളിലായിട്ട് വിട്ടു. ദൈവത്തിന് അവസരം കൊടുത്തു. അവിടെ ചെല്ലത്തുമില്ല, അവിടെ ഒന്നും സംഭവിക്കത്തുമില്ല. ഇയാളിങ്ങനെ നോക്കിയിരുന്നു അവിടെ എന്തെങ്കിലും സംഭവിക്കും. ഒന്നും സംഭവിച്ചാൽ എല്ലാം തിരിച്ചു വന്നു. അവസാനം മനസ്സിലായി ഈ വീടിന് ചുറ്റും പുള്ളി വിട്ടത് മൊത്തം ഇങ്ങ് പോന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ട് വിട്ടത് മൊത്തം ഇങ്ങോട്ടേക്ക് പോന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി പുള്ളി ഇലക്ട്രിസിറ്റി ഇതിനകത്ത് സ്വിച്ച് ബോർഡിനകത്ത് വെച്ചേക്കാം, വീടിനകത്ത് കയറാതിരിക്കും. അത് അവനെ കൊന്നുകളഞ്ഞു. സ്വയരക്ഷയ്ക്ക് വേണ്ടി വെച്ചാൽ മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്നവന്റെ വേദനകൾ വർദ്ധിക്കും. ആ കുടുംബം തകരും. നമ്മളോ നമ്മുടെ കുടുംബങ്ങളോ അതിന് ഒരിക്കലും പോകരുത്. ഒരു ചില്ലിക്കാശ് അതിനു വേണ്ടി കൊടുക്കരുത്. ദൈവത്തിന്റെ ശാപം കൊണ്ടുവരുന്നതാ, ദൈവം വെറുക്കുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? മന്ത്രവാദം ആഭിചാരവും ചെയ്യും. നിങ്ങൾ ദൈവത്തിൽ വിശുദ്ധിയോടെ നീതിയോടെ കാവലിൽ നിൽക്കാമെങ്കിൽ ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ. നിങ്ങൾ തീക്കകത്തോട്ട് കയറാൻ പറ്റത്തെ. നിങ്ങളുടെ ചുറ്റിനും തീമതിലാണെങ്കിൽ പിശാചിന് എങ്ങനെ കയറാൻ പറ്റും? നമ്മളെ ദൈവം സൂക്ഷിച്ചതല്ലേ അല്ലേ? മന്ത്രവാദം. അടുത്തത് സോഡിയാക് സൈൻസ്, നക്ഷത്രബലം, വാരഫലം, മഷിയിട്ട് നോക്കുന്നത്, തത്തയിട്ട് നോക്കിക്കുന്നത്, പിന്നെന്തൊക്കെയാ ഇങ്ങനെ കൈനോട്ടം. ഞാനിടയ്ക്ക് തമാശ പറയാറുണ്ട്, കൈനോട്ടം, കാലുനോട്ടം, വായുനോട്ടം, ഇതെല്ലാം എല്ലാ സോഡിയാക് സയൻസ്, നക്ഷത്രഫലം നോക്കാം. ഇത് നമ്മുടെ ലൈഫിൽ കേസ് കൊണ്ടുവരും. വഴികൾ ഓപ്പണാക്കി, പിശാചിന് കയറി വരാനുള്ള വഴി ഓപ്പണാക്കി കൊടുക്കും. ഇത് നമ്മുടെ ലൈഫിൽ വരരുത്. നിന്റെ ഭാവി ദൈവം കരുതിയിട്ടുണ്ട്. ഈ ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെ ഭാവി ദൈവം കരുതിയിട്ടുണ്ട്. അടുത്തത് ബ്ലഡ് സാക്രിഫൈസ്, യാഗങ്ങൾ. രക്തത്തോടുകൂടെയുള്ള പൂജയെ അങ്ങനെ പോകരുത്. രക്തത്തോടുകൂടെ ഉള്ളതിന് നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ പോയിട്ടുണ്ടെങ്കിൽ വഴികൾ ഓപ്പണായി കിടപ്പുണ്ട്. ആ വേലി ഇന്നും പൊളിഞ്ഞു കിടക്കാം, ആ ഭാഗം ഇടിഞ്ഞു കിടക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ക്ഷമ ചോദിക്കണം. പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അഡൾട്ടറി, വ്യഭിചാരം, മ്ലേച്ഛത, ഇങ്ങനെയുള്ളതിന് പോകുന്നുണ്ടെങ്കിൽ വാതിലുകൾ തുറക്കപ്പെടും. ദൈവസനിൽ നെടുമ്പാട് വീഴുക. നമ്മളോ നമ്മുടെ പൂർവികന്മാരാരെങ്കിലും ഏതെങ്കിലും പ്രവൃത്തികളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. അൺഫോർഗീവ്നെസ്, ഇതൊരു വലിയ വിഷയം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം ഇതാ, അൺഫോർഗീവ്നെസ്. ക്ഷമിക്കത്തില്ല. മറ്റുള്ളവരോട്, നാട്ടുകാരോട് നമുക്ക് ക്ഷമിക്കാം, പക്ഷെ നമ്മുടെ വൈഫിനോട് നമ്മൾ ക്ഷമിക്കുമോ? നാട്ടുകാരോട് നമുക്ക് ക്ഷമിക്കാം, ഹസ്ബൻഡിനോട് ക്ഷമിക്കുമോ? അപ്പനോടും അമ്മയോട് ക്ഷമിക്കുമോ? കൂട്ടു സഹോദരങ്ങളോട് ക്ഷമിക്കുമോ? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഹൃദയം ദൈവത്തോട് ചോദിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. ക്ഷമ ഭയങ്കര സൗഖ്യം കൊണ്ടുവരുന്നു. എന്തുവാ പറഞ്ഞേ ദൈവമക്കളെ? സൗഖ്യം കൊണ്ട്. ക്ഷമ. നിങ്ങളൊന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളെ ഉപദ്രവിച്ചു, ശരിയാ. നിങ്ങൾക്ക് ദോഷം ചെയ്തു, ശരിയാ. നിങ്ങളുടെ ഭാഗത്ത് അന്യായം, ശരിയാ. എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളോട് ദോഷം ചെയ്തെങ്കിൽ പോലും നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ബൈബിളിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. എന്തുവാണെന്നറിയാമോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളുമേ അപ്പം ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും തല വെച്ച് കൊടുക്കുന്നത് അതല്ല.
പരിജ്ഞാനത്തിൽ ജീവിക്കാം. നിങ്ങൾക്ക് വീണ്ടും പോയി അടി മേടിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നിക്കേണ്ട. ഒരാൾ നിങ്ങളെ പൈസ കളിപ്പിച്ചിട്ട് പോയി, പിന്നെ ശത്രുവിനെ സ്നേഹിക്കാൻ പോയി, ഇന്ന് അടുത്ത 15,000 കൊടുന്ന, ഡോണ്ട് ഡു ദാറ്റ്. അതൊക്കെ പരിജ്ഞാനക്കേടാണ്. നിങ്ങൾക്ക് പരിജ്ഞാനം, പക്ഷേ കർത്താവേ ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു, ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളും നന്മകളും നിങ്ങളുടെ കയ്യിൽ തുറന്നു. എന്നെ ചതിച്ചവരുണ്ട്, എന്നെ വഞ്ചിച്ചവരുണ്ട്, എന്നെ ഉപദ്രവിച്ചവരുണ്ട്, കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ട് വരും. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും നോർമലി ഒന്ന് ചിന്തിക്കുക, കർത്താവില്ല വചനം പറയുന്നു അവരെ അനുഗ്രഹിക്കാൻ. കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിക്കും. വേദനയാണ്. പൈസ കൊണ്ടുപോയത് ഭയങ്കര വേദനയാണ്. ആത്മാർത്ഥമായി കൂടെ നിന്നിട്ട് കൊല്ലാൻ കൊണ്ടുപോയി കൊടുത്തത് ഭയങ്കര പെയിനാണ്. ഞാൻ പറഞ്ഞ ചുമ്മാതെ എക്സാജുറേറ്റ് ഇല്ല. ആത്മാർത്ഥമായി കൂടെ നിന്നിട്ട് കൊല്ലാൻ കൊണ്ടുപോയി കൊടുത്തത്, ചതിക്കപ്പെട്ട് നമ്മൾ കൊടുത്തത് ഭയങ്കര പെയിനാണ്. നമ്മൾ ഓർക്കട്ടെ, നമ്മൾ തിരിച്ച് 2 ചെയ്തായിരുന്ന ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അത് ചെയ്യാനോ പറ്റിയില്ല. കർത്താവെ വാഞ്ചിക്കും ഇല്ല, അവരെ ബ്ലെസ് ചെയ്യുക. കർത്താവരെ ബ്ലെസ് ചെയ്യുക. നീ ബ്ലെസ് ചെയ്യുക. നിന്റെ ജീവിതം നീ മുന്നോട്ട്. അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പിതാക്കന്മാരോ മാതാക്കളുടെ ലൈഫിലോ അൺഫോർഗീവ്നെസ് വരില്ല കേട്ടോ. നമ്മളെ ആരെ പോലെ ആകാനാ ദൈവം നമ്മളെ വിളിച്ചത്? യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്തിട്ടാ ശിക്ഷയെല്ലാം വഹിച്ച്? ആണോ? അവനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവൻ എന്തോ പറഞ്ഞേ? കർത്താവെ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്മ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ചിലരെ തുറന്നു വിടും. ഹൃദയത്തിന്റെ ജയിലിലിട്ടേക്കുന്ന ചിലരെ തുറന്നു വിടും. അവർ തുറന്നു പൊക്കോട്ടെ, അടച്ചിടല്ലോ, തുറന്നു വിട്ടേ, സ്വാതന്ത്ര്യമായിട്ട് വിട്ടേ. യേശുവിൻ്റെ വചനം പറയുന്നു, ഞാൻ അതുകൊണ്ട് അനുസരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ നന്മയെ വരുത്തും. നിങ്ങളുടെ ലൈഫിൽ അത് വലിയ സൗഖ്യവും ആരോഗ്യവുമായി തീരും. വലിയ സൗഖ്യവും ആരോഗ്യമായി തീരും. അടുത്തത് ടൈത്ത്. നിങ്ങൾക്ക് ദൈവം തരുന്ന പണം നിങ്ങൾ ടൈത്ത് കൊടുക്കണം. ദൈവസഭയ്ക്ക് നിങ്ങൾ ടൈത്ത് കൊടുക്കണം. പണം നിങ്ങൾ മോഷ്ടിക്കരുത്. ബൈബിൾ പറയുന്നു നിങ്ങൾ ടൈത്ത് കൊടുക്കുന്നവരായിരിക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ടൈത്ത്. പലപ്പോഴും പല സഭകളും അത് പഠിപ്പിക്കത്തില്ല. എന്താണെന്നറിയാം, ഈ പൈസ മൊത്തം ദൈവദാസം കൊണ്ടുപോയി നന്നായി പോയാൽ എന്തോ എടുക്കുന്നത്. ദൈവവചനം പറയുന്നത് അങ്ങനെ പഠിപ്പിച്ചേ പറ്റും. നമ്മുടെ സഭയ്ക്കകത്ത് നമ്മൾ ഓഫറിംഗ് ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ആർക്കെങ്കിലും കൊടുക്കാന്നുണ്ടെങ്കിൽ കൊടുക്കുമെന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. പക്ഷേ ബൈബിളിൻ്റെ പ്രമാണം എന്താ പറയുക? നിങ്ങളുടെ പണത്തിൻ്റെ 10-1 മിനിമം ന്യൂ ടെസ്റ്റ്മെന്റിൽ ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അത് കൊടുത്തിരിക്കണം. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. നിങ്ങളുടെ പണം കൊടുക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞായിരുന്നു, പണം കൊടുത്തിട്ട് ബാക്കി പണം എന്ത് ചെയ്യണം? ഓർക്കുന്നുണ്ടോ? പണം കൊടുത്തിട്ട് ബാക്കി പണം എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് 10,000 രൂപ സാലറി കിട്ടി. നിങ്ങൾ എന്തോ കൊടുക്കും? 1000 രൂപ എങ്കിലും മിനിമം കൊണ്ടും ദൈവസഭയ്ക്ക് ടൈറ്റ് കൊടുത്തു. ബാക്കി 900 രൂപയ്ക്ക് ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ബൈബിള് പറയുന്നുണ്ട് നീ ആ പണം എങ്ങനെ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? എന്തിനു വേണ്ടിയിട്ടാ? നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ആവശ്യങ്ങൾക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും അത് ഉപയോഗിക്കണം. പക്ഷെ ഞാൻ ടൈറ്റ് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് നീ ആ പൈസയുടെ അല്പം എടുത്ത് ദൈവവചനത്തിന് വിരുദ്ധമായ മദ്യത്തിനോ മയക്കുമരുന്നോ വേശ്യാവൃത്തിക്കോ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കോ അതിനകത്തൊന്നും ചെലവാക്കിയാൽ നീ ടൈറ്റ് കൊടുത്തത് ദൈവം കണക്കിടത്തില്ല. നീ മദ്യപാനത്തിനോ വെറിക്കൂത്തിനോ എന്തിനെങ്കിലും ഞാൻ ടൈറ്റ് കൊടുത്തു സഭയ്ക്ക്, ഇനി അതുകൊണ്ട് ആ പണം എനിക്ക് എന്ത് വേണം, എൻ്റെ കയ്യിലുള്ള പണം എന്തും ചെയ്യാം, നീ അങ്ങനെ ചെയ്യാൻ പോയാൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിന്റെ മീതെ വരത്തില്ല. എന്തിനാ നിന്റെ കയ്യിൽ ആ പണം കിട്ടുന്നത്? നിനക്കും നിന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും സന്തോഷത്തോടെ നിനക്ക് ജീവിക്കാൻ. നിനക്ക് വസ്ത്രം മേടിക്കാം, നിനക്ക് ആഹാരം കഴിക്കണം, ആടോ മാടോ നിനക്ക് ആഹാരം മേടിച്ച് കഴിക്കണം, നീയും നിന്റെ കുടുംബവും സന്തോഷിക്കുക, ദൈവത്തിൽ നീ മുന്നേറുക. പക്ഷേ അനാശാസ്യമായ കാര്യങ്ങൾക്ക് നിന്റെ പണം പിന്നീട് ചെലവഴിച്ച ആ പണം ടൈറ്റ് കൊടുത്തതുപോലെ ദൈവം കണക്ക് കൊടുത്തില്ല. അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റാ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ആ നിലവാരത്തിൽ നമ്മൾ വിശ്വസ്തരായില്ലെങ്കിൽ, ബൈബിൾ ചോദിക്കുന്നത് എടാ മാമോനിൽ നീ വിശ്വസ്തനായില്ല പിന്നെ എങ്ങനെ നീ നീതി ഉള്ളതിൽ വിശ്വസ്തനാകുന്നേ? അടുത്തത് പാവങ്ങളോടുള്ള വൈരാഗ്യം.
പാവപ്പെട്ട. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ തുടക്കം എന്തുവായിരുന്നു? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനല്ലേ? പാവങ്ങളോടുള്ള വൈരാഗ്യം, അത് നമ്മുടെ പിതാക്കന്മാർ പണ്ടത്തെ ഒരു സിസ്റ്റമാണ്. നമ്മളോ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ. ഇതൊക്കെ വാതിൽ തുറക്കുന്നതാണ് കേട്ടോ. പാവങ്ങളെ ഉപദ്രവിക്കൽ. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഞാൻ അടുത്ത വിഷയം വരുമ്പോൾ പ്രത്യേകിച്ച് ജനറേഷണൽ ശാപങ്ങളുടെ വിഷയം പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. ബൈബിൾ പറഞ്ഞേക്കുക, നീ ഒരു സ്ഥലത്ത് ചെന്നു, നിന്റെ കയ്യിൽ നിന്ന് ഒരാൾ പണം കടം ചോദിച്ചു, നീ പൈസ കൊടുത്തു, അതിനുവേണ്ടി സെക്യൂരിറ്റി ആയിട്ട് നീ അവൻ്റെ പുതപ്പ് മേടിച്ചു. ആ പുതപ്പ് മേടിച്ചു. പക്ഷേ ആ പാവപ്പെട്ടവന് പൈസ തരാനില്ലാതെ ആ പുതപ്പ് നീ തിരിച്ചു കൊടുത്തില്ല, പണയം മേടിച്ചെന്നാണ് ബൈബിൾ പറയുന്നത്. പണയം മേടിച്ചു. അവൻ രാത്രി തണുത്ത് കിടന്ന എന്നോട് നിലവിളിച്ചാൽ ഞാൻ നിന്നോട് ചോദിക്കും. ദൈവം ആ ബലഹീനനാ. നീ പൈസ കൊടുത്തില്ലേലും വേണ്ടിയില്ലായിരുന്നു, പക്ഷെ നീ പണയം മേടിച്ചിട്ട്. ബൈബിളിലെ ഒരുപാട് ഇസ്രയേലുമായിട്ടുള്ള നിന്റെ സഹോദരനോട് പണയം മേടിച്ചിട്ട്, ഇസ്രയേലിന്റെ സഹോദരന്മാർക്കുള്ള ഒരു പ്രമാണമാണ്, കടം മേടിച്ചിട്ട് അവനെ ഉപദ്രവിക്കരുത് കേട്ടോ. പാവങ്ങളോടുള്ള വൈരാഗ്യം. പക്ഷെ ഈ പാവങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് പോയി ചെയ്തിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞ പണിയും മേടിക്കല് കേട്ടോ. പാവങ്ങളാന്ന് പറഞ്ഞത് പാവമായിട്ട് ചിലർ കാണും, ചിലർ പാവമൊന്നും അല്ല, ചിലർ നല്ല ഒന്നാം തരം വിളഞ്ഞ പുള്ളികളാണ്. അങ്ങനെയുള്ളത് ചെയ്തിട്ട് നിങ്ങൾ പണി മേടിക്കാതെ എല്ലാം ദൈവവചനം പഠിപ്പിക്കുന്ന പരിജ്ഞാനത്തിൽ ജീവിക്കണം കേട്ടോ. പരിജ്ഞാനത്തിൽ ജീവിക്കണം. അടുത്തത് നമ്മുടെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾ കൊടുത്തു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ക്ലിയർ ആക്കുക. നോക്കിയാൽ നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ഇതായിരിക്കാം മെയിനായിട്ടുള്ളത്. പാപപ്രവൃത്തിയുടെ ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. പാപപ്രവൃത്തിയുടെ ലിസ്റ്റ് വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഇത് അല്പസമയം കൂടെ നിന്ന് നമുക്ക് ചിന്തിച്ചിട്ട് നമ്മുടെ സമയമുണ്ട്, ചിന്തിച്ച് നിർത്താം. പലപ്പോഴും പല വ്യക്തികളും ജനറേഷണൽ പ്രോബ്ലങ്ങളെ കുറിച്ചും സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാസ്റ്റർ പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ലൈഫിലുള്ള ബലഹീനതകളും തെറ്റുകളും ഏറ്റു പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ പൂർവ്വപിതാക്കന്മാരുടെ കാര്യങ്ങൾ പറയും, അതൊക്കെ നമ്മൾ ഉത്തരവാദിയാണോ? ബൈബിള് പഠിപ്പിക്കുക, നിന്റെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഞാൻ കണക്കെടുക്കുന്നു. കർത്താവേ എന്തിനാ കണക്കെടുന്നതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ദൈവത്തിന്റെ സിസ്റ്റം. 3-ാമത്തെ 4-ാമത്തെ ചില പാപങ്ങൾ കണക്കെടുന്ന എത്ര തലമുറ വരെയാ? 4 തലമുറ വരെ. മറ്റ് ചില പാപങ്ങൾ കണക്കെടുന്ന എത്ര തലമുറ വരെയാ? 10. ഞാൻ ബൈബിളിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചില പാപങ്ങൾ കണക്കെടുന്ന എത്ര തലമുറ വരെയാ? 4-ാമത്തെ. ചില പാപങ്ങൾ കണക്കെടുന്നത് 10-ാമത്തെ തലമുറ. ചിലർ പറയുന്ന കർത്താവ് ഞങ്ങൾക്ക് അറിയത്തില്ല പാസ്റ്ററെ, അറിയത്തില്ല. നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ ബൈബിളിൽ 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് വരട്ടെ. നമ്മളെ പഠിച്ചത് തന്നെ ചോദിക്കാം. ഇസ്രായേൽ മക്കളുടെ 430 സംവത്സരത്തെ ആ കണക്ക് എത്ര വർഷത്തിന് മുമ്പേ ഉള്ള കാര്യമാണ് ദൈവം അവരോട് ക്ഷമിച്ചത്, അല്ല ഏറ്റു പറഞ്ഞത്? 430 സംവത്സരം അടിമത്തത്തിൽ പോയല്ലോ. ഈ ഇസ്രായേൽ മക്കളുടെ പാപമായിരുന്നോ, അതോ യാക്കോബിന്റെ പാപമായിരുന്നോ, ഇസഹാക്കിന്റെ പാപമായിരുന്നോ, അതോ അബ്രഹാമിന്റെ പാപമായിരുന്നോ? അബ്രഹാമിന്റെ. എത്ര തലമുറയായി? അബ്രഹാം ചെയ്ത മിസ്റ്റേക്കാണ് ഈ 430 വന്ന് ദൈവം ഇവിടെ ഏറ്റുപറയിപ്പിക്കുന്നത്. ഇനി ദാനിയേൽ ഏറ്റുപറയുന്നത് പോട്ടെ. യാക്കോബ് എത്ര വർഷത്തിന് മുമ്പുള്ള തെറ്റാ ദൈവം ചോദിച്ചേ? 21 വർഷത്തിന് പുറകിൽ. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത് നിന്റെ പേരെന്തുവാന്ന്. രാത്രി മൊത്തം മല്ലു പിടിച്ചിട്ട് നിന്റെ പേരെന്തോന്ന് ചോദിക്കാൻ ദൈവം അഡ്രസ്സ് മാറിയാന്ന് മല്ലു പിടിച്ച്? അല്ലല്ലോ. ദൈവം എന്തിനാ പേര് ചോദിച്ചു? അപ്പനോട് നീ എന്തോ പറഞ്ഞേ? അപ്പൻ ചോദിച്ചു എന്റെ മൂത്ത മോനാന്നോ ചോദിച്ചു. പുള്ളി പേര് മാറ്റി പറഞ്ഞു, മൂത്ത മോൻ ഏശാവാന്ന് പറഞ്ഞു. പക്ഷെ ആരായിരുന്നു? യാക്കോബ്. കർത്താവ് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നീ അപ്പനോട് തുറക്കപ്പെട്ട വാതിൽ നീ അടയ്ക്കണം. ഇസ്രായേൽ മക്കൾ ദാനിയേലും എസ്രായും നെഹമ്യാവും ഇവരെല്ലാം എത്ര വർഷത്തെ പാപം ഏറ്റു പറഞ്ഞ്? 70 വർഷത്തെ. അപ്പൊ ദൈവത്തിന് ഡിമൻഷ്യ ഇല്ല. ഇനി അടുത്തത് കേട്ടോ, നമുക്ക് പലതും അറിയത്തില്ല. നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ചെയ്ത പലതും അറിയത്തില്ല. പക്ഷേ
നിങ്ങൾ എന്തെടുക്കണമെന്ന് അറിയാമോ? ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിക്കണം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് ചോദിക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, അവന് മറവായിട്ടുള്ളത് ഒന്നുമില്ല. 70 വർഷവും 430 വർഷവും അതിനും പുറകിലുള്ള കാര്യങ്ങൾ ദൈവത്തിന് മറവായിട്ടുണ്ടോ? പറഞ്ഞ ദൈവമക്കളെ, ഇല്ല. അവൻ സകലവുമായി അറിയുന്നു. മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവ് അറിയുന്നത് പോലെ ദൈവത്തിനുള്ളത് ആരറിയുന്നു? ദൈവാത്മാവ്. അവൻ ആഴങ്ങളെ ആരായുന്നവനാ. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. അവനോടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ലൈഫിൽ ഓർമ്മയൊന്നുമില്ല, ഞാൻ ചെയ്തൊക്കെ ഏറ്റു പറയാം. എൻ്റെ പിതാക്കന്മാർ ചെയ്ത് എനിക്ക് അറിയത്തില്ല. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ദൈവമേ, റിവീൽ ചെയ്യണമേ. ആഴത്തിൽ കിടക്കുന്നത് വെളിപ്പെടുത്തുന്നത് അങ്ങയ്ക്കുള്ളതല്ലേ? അങ്ങയോട് ഞാൻ ചോദിക്കുക, എൻ്റെ അനുഗ്രഹത്തിന്, എൻ്റെ നന്മയ്ക്ക്, എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ വീട്ടിലിങ്ങനെ അടിക്കടി വരുന്ന ആ രോഗത്തിന്, വിട്ടുമാറാത്ത രോഗത്തിന്, മരുന്നില്ലാത്ത രോഗത്തിന്, തകർച്ചയ്ക്ക് കർത്താവ് എന്തെങ്കിലും കാരണമുണ്ടോ? എന്നോട് സംസാരിക്കണേ. നിങ്ങൾ ദൈവത്തോട് കണ്ടിന്യൂസ്ലി ചോദിച്ചാൽ ദൈവം മറുപടി പറയും. ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ ചോദിച്ചു ദൈവത്തോട്, ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട്, ദൈവമക്കളോട് പലപ്പോഴും എൻ്റെ അനുഭവങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു വലിയൊരു പ്രതിസന്ധിയിലായി. എന്നോട് കർത്താവ് എനിക്കൊരു സ്വപ്നം തന്നു. ഇപ്പോഴൊന്നുമല്ല, എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എങ്ങനെ ഇനി ഞാൻ മുൻപോട്ട് പോകും? കർത്താവിനോട് സ്വപ്നം തന്നതാ, പക്ഷെ എൻ്റെ കൂട്ടുകെട്ടിനകത്ത് ഞാൻ പെട്ടുപോയി. ഞാൻ നിങ്ങളോട് ദൈവമക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചു, ഞാൻ അന്നും ദൈവാലയത്തിൽ ജോലി ചെയ്യാം. എൻ്റെ വീട്ടിൽ കിടക്കാതെ ആലയത്തിൽ വന്നു. ആലയത്തിൽ എൻ്റെ കിടപ്പ്. ആലയത്തിൽ കിടന്നു, കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കണം. എനിക്ക് പ്രവചിക്കാനോ ദർശനം കാണാനോ ഇതൊന്നും എനിക്ക് അതിൻ്റെ സ്പെല്ലിങ് പോലും അറിയത്തില്ല. പക്ഷെ എനിക്ക് ആകെപ്പാടെ സ്വപ്നം കണ്ടാൽ അറിയാം. കാരണം രാത്രി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നം കണ്ടു എന്നറിയാം. കർത്താവേ, എനിക്കൊരു സ്വപ്നം തന്നെ. കർത്താവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സ്വപ്നം കണ്ടില്ല. ഫാസ്റ്റിങ്ങാ, പാർഷ്യലി ഫാസ്റ്റിങ്ങാ. 2ാം ദിവസം ജോലി കഴിഞ്ഞിട്ട് ഞാൻ വന്നു, ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു. കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കണം. ഇന്നലെ സംസാരിച്ചില്ല, എന്നോട് ഇന്ന് സംസാരിക്കണം. കുറേ നേരം അപ്പനോട് കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞു. അപ്പോൾ എന്നോട് ക്ഷമിക്കണേ, സംസാരിച്ചു. 2ാമത്തെ ദിവസം കർത്താവ് സംസാരിച്ചില്ല, അന്നും കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നല്ലോ, ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ലല്ലോ, കർത്താവേ എന്നോട് സംസാരിച്ചില്ലല്ലോ. 3ാം ദിവസം വന്നു. 3ാം ദിവസം ഞാൻ കർത്താവേ, 2 ദിവസം ഞാനിവിടെ വന്നു, എന്നോട് സംസാരിച്ചില്ല. 3ാം ദിവസം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്നും ഞാൻ കിടന്ന് ഉറങ്ങി. പക്ഷെ രാത്രിയായപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നത് അറിയോ? ഞാൻ 6 മാസം മുമ്പേ കണ്ട സ്വപ്നത്തിൻ്റെ 2ാം ഭാഗം. സിനിമ കാണുന്ന പോലെ. 6 മാസം മുമ്പേ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. ഞാനൊരു വഴി നിൽക്കുന്നു. ചുരുക്കത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി പറയാം. അവിടെ വലിയൊരു കുഴിയുള്ളൊരു വഴിയാണ്. ഒരു വണ്ടി എൻ്റെ നേരെ ഇടിക്കാൻ വരും. ഞാൻ ആ കുഴിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വണ്ടിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ്, ഞാൻ ഇതാ സ്വപ്നം കാണുന്നത്. ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയുണ്ട്. അതൊക്കെയാണ് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. പിന്നീട് ഞാൻ കാണുക, ഇതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുക, നീ ആ കുഴിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന കുഴി വീഴാതെ അവിടുന്ന് ഓടി മാറി. അതിൻ്റെ 2ാം ഭാഗം. ഞാൻ അന്ന് തീരുമാനിച്ചു, എനിക്കിനി ഒരു കൂട്ടുകാരും വേണ്ട, ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട, എല്ലാത്തിനെയും വിട്ട് ഓടിപ്പോവും. ഞാനൊരു ഡിസിഷൻ എടുത്തു. കുറച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ എന്നെ വിളിക്കല്ലേ, നിന്നോടുള്ള ഒരു കമ്പനിയും ഇല്ല, നിൻ്റെ ഒരു സാധനവും വേണം, ഞാൻ എന്നെ വിളിക്കും, ഞാൻ പൊക്കോളാം. എല്ലാം കട്ട് ചെയ്തു. നാളെ സിമ്പതി തോന്നി ഇനി വീണ്ടും അവൻ എവിടെയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ മൊബൈൽ നമ്പറും ഡിലീറ്റ് ചെയ്തു, ഇമെയിലും ഡിലീറ്റ് ചെയ്തു, മൊത്തം ഡിലീറ്റ് ചെയ്തു. അന്ന് യാഹു ആയിരുന്നു, മൊത്തം ഡിലീറ്റ് ചെയ്തു. ജിമെയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു, ഇനി നിന്നോട് യാതൊരു കമ്പനിയില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞ വാക്യം അനുസരിച്ചപ്പോൾ വിടുവിച്ചു. ദൈവം സംസാരിക്കുമോ? ദൈവം എങ്ങനെ സംസാരിക്കും? അത് എഴുതി വെച്ചു. ബൈബിള് പഠിപ്പിക്കുന്നു, ദൈവത്തോട് ചോദിച്ചാൽ
ആ ദൈവം സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കാൻ? 7 രീതികളിൽ ദൈവം ഇത് എഴുതി വെച്ചു. 7 രീതികൾ. 7 രീതികൾ. ഒന്നാമത് ദൈവം സംസാരിക്കുന്നത് ത്രൂ വേർഡ് ഓഫ് ദ ലോർഡ്. സോ പവർഫുൾ. വചനത്തിൽ കൂടെ സംസാരിക്കും. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതിയ വചനമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഏരിയ മീറ്റിങ്ങിന്, നമ്മുടെ വീക്ക്ലി മീറ്റിങ്ങിന് ഞാനിത് പറഞ്ഞായിരുന്നു. ദൈവ നിശ്വാസിമാണ്. ബ്രീത്ത് ഔട്ട്. ഓർക്കുന്നുണ്ടല്ലേ? ബ്രീത്ത് ഔട്ട്. എന്തോ വേർഡിന്റെ ഗ്രീക്കിലെ അർത്ഥമെന്തോ. കർത്താവ് ഇത് അങ്ങയുടെ വചനം. പലരുടെ ചരിത്രങ്ങളിൽ കൂടി അനുഭവങ്ങളിൽ കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ദൈവത്തിന്റെ വചനമുണ്ട്. എന്നോടൊന്ന് സംസാരിക്കണേ. വചനത്തിൽ കൂടെ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. വചനം ആരാ? വചനം യേശുവാണ്. വചനത്തിൽ കൂടെ സംസാരിക്കും. വചനം വായിക്കണം. അപ്പശരി സ്തോത്രം. വചനം എന്ത് കൊടുക്കണം? വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. രണ്ടാമത് ദൈവം സംസാരിക്കും. ഇതെല്ലാം നേരിട്ട കേട്ടോ, ഇവിടെ വരെ നേരിട്ട. രണ്ടാമത്തെ വിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾ കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണിച്ചു തരും. ആത്മമണ്ഡലം കാണിച്ചു തരും. ദൈവം ഏഞ്ചൽസ് വരുന്നത് കാണും. ഒരാളുടെ കൂടെയുള്ള ലൈഫ് കാണിച്ചു തരും. കണ്ണ് തുറന്നിരിക്കും കാണിച്ചു തരും. ആത്മമണ്ഡലം കാണിച്ചു തരും. നിങ്ങളത് കാണാൻ ട്യൂൺഡായാൽ മതി. എന്തോ ചെയ്താൽ മതി? ട്യൂൺഡായാൽ മതി. കണ്ണ് തുറന്നിരിക്കും കാണാം. കണ്ണ് തുറന്നിരിക്കും കാണാം. ചില കാര്യങ്ങൾ ദൈവം കാണിച്ചു തരും. അതിനെ വിഷൻ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ റെവലേഷൻ, വെളിപ്പാട്. നിങ്ങളുടെ മനോനുകിരങ്ങളിൽ, എന്തുവാ നുകിരങ്ങളിൽ, അങ്ങനെയല്ലേ വേർഡ്? അവിടെ ദൈവം കാണിച്ചു തരും. ആത്മമണ്ഡലത്തിൽ. അത് നിങ്ങളുടെ കണ്ണ് അടച്ചിരിക്കുമ്പോൾ കാണാം. ആത്മമണ്ഡലത്തിൽ കാണാം. നിങ്ങളുടെ ഇന്നർ ഐസ് കൊണ്ട് കാണാം. റെവലേഷൻസ് കേട്ടോ. കണ്ണടച്ചും കാണാം, കണ്ണ് തുറന്നും കാണാം. ഇത് വിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരുന്ന് കാണുക. അടുത്തത് ഡ്രീംസ്. രാത്രിയിൽ നിങ്ങളോട് ദൈവം സംസാരിക്കും. ഉറങ്ങുമ്പോൾ പുരുഷൻ അവന്റെ ഗാഢനിദ്രയിൽ വരുമ്പോൾ ദൈവം അവന്റെ മനോനുകിരങ്ങളിൽ സംസാരിക്കും. അവന്റെ ഉറക്കത്തിൽ ദൈവം അവനോട് സംസാരിക്കും. സ്വപ്നങ്ങൾ. അടുത്തത് ചിന്തകളിൽ കൂടെ സംസാരിക്കും. നമ്മുടെ ചിന്തകളിൽ അകത്ത് ദൈവം സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അകത്തൂടെ വരുന്ന എല്ലാ ചിന്തകളും ദൈവത്തിൻ്റെതാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. ഞാൻ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ മീതെ 3 ചിന്തകൾ വരാം. ഒന്ന് ദൈവത്തിൽ നിന്നുള്ള ചിന്ത, 2 പിശാചി എന്നുള്ള ഡീമോണിക്, 3 ഫ്ലഷ് കാർണൽ നേച്ചർ. യേശു കർത്താവിന്റെ കൂടെ നടന്ന പത്രോസ് ഒരിക്കൽ യേശു കർത്താവ് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. കർത്താവ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല. ആരാ വെളിപ്പെടുത്തി തന്നത്? സ്വർഗത്തിലെ പിതാവാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രൂശിക്കപ്പെടുന്ന സമയമായപ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞു, അങ്ങ് ക്രൂശിക്കപ്പെടും. കർത്താവ് പോ സാത്താനെന്ന് പറഞ്ഞു. അവന് ആ ഉള്ളിൽ, അന്നേരം പത്രോസിന്റെ ഉള്ളിൽ വന്ന ചിന്ത ഏതാ? സാത്താന്റെ ചിന്ത. മൂന്നാമത് ബൈബിൾ പഠിപ്പിക്കും ജഡത്തിന്റെ ചിന്ത. നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്ന ചിന്തകൾ ഏതാണെന്ന് നിങ്ങൾ സെൻസ് ചെയ്യണം, ഡിസേൺ ചെയ്യണം. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ, എന്നിൽ നിന്നുള്ളതാണോ, അതോ പിശാച് കൊണ്ടുവന്നാണോ? പിശാച് കൊണ്ടുവരുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്, ഭയങ്കര സൈക്കോളജിക്കൽ ഭയങ്കര ആശയമാണ്. പക്ഷെ അതിനകത്ത് വഞ്ചനയുണ്ട്. അത് താലോലിച്ചുകൊണ്ട് നടക്കല്ലേ. കേട്ടോ. നിങ്ങളുടെ ചിന്തകളിൽ കൂടെ സംസാരിക്കും. ഇത്രയും കാര്യങ്ങൾ ദൈവം സംസാരിക്കുന്നത് എങ്ങനെ? നേരിട്ട, ഡയറക്റ്റാ സംസാരിക്കുന്നത് കേട്ടോ. 5 കാര്യങ്ങൾ ഡയറക്റ്റാ സംസാരിക്കുന്നത്. ഇത് 2 എക്സ്റ്റേണലി ഉള്ള ആൾക്കാർ. പ്രൊഫസി. നിങ്ങൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ദൈവം എന്തോ പറ്റുമെന്ന് അറിയാം? കഥ അടച്ചേക്കാം. എങ്കിൽ ദൈവം എന്തോ പറ്റുമെന്ന് അറിയാമോ? മറ്റൊരാളെ വെളി നയിക്കും. പ്രവാചകനെ വെളി നയിക്കും. പ്രവാചകനെ അയച്ചു പറയും, കർത്താവിന്റെ ആലോചന ഇതാ. നിങ്ങൾ ഈ 5 കേട്ടില്ല, സമയമെടുത്തില്ല. ദൈവം പാകൻ ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൂർപ്പിച്ചില്ല. അപ്പം പ്രൊഫസി കൂടെ, പ്രവചനത്തിൽ കൂടെ ആളയക്കും. അടുത്തത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കും? സാഹചര്യങ്ങളിൽ കൂടെ. ഈ 7 രീതികളിൽ ദൈവം സംസാരിക്കും. ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്തട്ടെ. 7 രീതികൾ എഴുതി വെക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. മറന്നു പോകാതിരിക്കാൻ എഴുതി വെക്കണം. നമ്മളൊക്കെ മറവിയുള്ളവരാണ്.
എനിക്കാണെങ്കിൽ ചില മറവി ഇപ്പോൾ ഉണ്ടതാണ്. എന്തോ എടുക്കാനെന്നോ, മറന്നു പോകാതിരിക്കാൻ എന്തോ എടുക്കണം, എഴുതി വെക്കണം. ഒരു പോക്കറ്റിൽ ഒരു പേനായോ പേപ്പറും കൂടെ വെച്ചിട്ട് എഴുതി വെക്കണം. എഴുതി വെക്കണം. എഴുതി വെക്കണം. എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ദൈവം മുമ്പാകെ സമയം സ്പെൻഡ് ചെയ്യണം. അവിടെ വെളിച്ചം കൊണ്ടുവരണം. വെളിച്ചം വരുമ്പോഴേ ഇരുട്ട് മാറത്തുള്ളൂ മോനെ, കേട്ടോ. വെളിച്ചം വരുമ്പോഴേ ഇരുട്ട് മാറത്തുള്ളൂ. വെളിച്ചം കൊണ്ടുവരണം. വെളിച്ചം വന്നാൽ ക്ലാരിറ്റി വരും. അതിൻ്റെ ഇരുട്ടിനകത്ത് കഴിഞ്ഞ നാളുകളിൽ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെളി വരും. അന്നേരം നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടുന്നത്. അന്നേരം ദൈവം വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ വന്ന ഭയങ്കര ഉണർവ് വരും. ഉത്സാഹം തോന്നും. ഫാസ്റ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം, കൺഫസ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് വീണ്ടും വരാം, അടുത്ത ക്ലാസ്സുകളിൽ വരാം. കർത്താവിന്റെ വചനം പറയുന്നു, രക്തത്തിന്റെ ശക്തിക്കകത്ത് അതിനെ ജയിക്കണം. സാത്താനെ അവന്റെ ശക്തികളെ രക്തത്തിന്റെ ശക്തിക്കകത്ത് ജയിക്കണം. ഇത് മനസ്സിലായോ? നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് വാതിലുകൾ എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ? ഞാൻ പലപ്പോഴും പറയുന്നൊരു ഉദാഹരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ചില വ്യക്തികൾക്ക് ദൈവം സ്വപ്നം കൊടുക്കും. എന്തോ സ്വപ്നം കൊടുക്കുന്നേ? രാത്രി കിടന്ന് ഉറങ്ങാം. ഒന്നുകിൽ അവരുടെ നാട്ടിലെ, കേരളത്തിലെ അല്ലെങ്കിൽ പഴയ വീട്ടിലെ വാതിൽ തുറന്നു കിടക്കുന്നു, കള്ളം വരുന്നു, അല്ലെ മൃഗങ്ങൾ വരുന്നു കയറാൻ, വാതിൽ പൊളിഞ്ഞു കിടക്കുന്നു, തുറന്നു കിടക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും സ്വപ്നം കാണുന്നത്. അല്ലെങ്കിൽ അവർ സ്വപ്നം കാണുക അവരിപ്പോൾ ഉള്ള വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ കള്ളം വരുന്നു എന്ന് തോന്നിയിട്ട് വന്നിട്ട് എഴുന്നേറ്റ് പോയി ഡോർ നോക്കിയോ ഡോർ അടച്ചേക്കുക. പിന്നെന്തോ സ്വപ്നം കണ്ടേ? ഗേറ്റ് നോക്കിയോ ഗേറ്റ് പൂട്ടിയേക്കോ. CCTVക്കകത്തോടെ എല്ലാം നോക്കിയോ എല്ലാം കാണട്ടെ. പിന്നെന്തോ ദൈവം സ്വപ്നം, പോട്ട സ്വപ്ന എന്ന് തോന്നി കിടക്കും. അല്ല ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്തുവാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നത്തിന്റെ അർത്ഥം നീ ഇപ്പം പാർക്കുന്ന വീടിന്റെ വാതിൽ തുറന്നിട്ടെന്നല്ല. വീടിന്റെ അർത്ഥം നിന്റെ ആത്മീക ഗൃഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കാണ്. നീ അത് അടച്ചു. കള്ളം വരുന്നുണ്ട്. മോഷ്ടിക്കാൻ, അറുക്കാൻ, മുടിക്കാൻ, മോഷ്ടിക്കാൻ കള്ളം വരുന്നുണ്ട്. നീ അത് തുറന്നിട്ടേക്ക. എന്തുവാ നാട്ടിലെ വീട് കാണിച്ചത്? പാരമ്പര്യമായിട്ട് വാതിൽ തുറന്നിട്ടേക്ക. കേട്ടോ? ചിലപ്പോൾ വാതിലിന്റെ ഒരു ഭാഗം തുറന്നിട്ടേക്കുന്നു, പകുതി തുറന്നിട്ടേക്കുന്നു. ഇതൊക്കെ ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. എന്തോ അനർത്ഥങ്ങൾ വരുന്നതിന് മുമ്പേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദൈവം നമ്മളോട് സംസാരിക്കുന്നതയോ ഇന്ന് തൊട്ട് ദൈവത്തിന്റെ സിസ്റ്റവും ദൈവത്തിന്റെ വചനവും നിങ്ങൾ മനസ്സിലാക്കി വളരാൻ തുടങ്ങിക്ക്. അനർത്ഥങ്ങൾ, ആപത്തുകൾ, ഇതെല്ലാം ദൈവം നിങ്ങളെ വിടുവിക്കും. പലപ്പോഴും നമ്മൾ അനർത്ഥവും ആപത്തും എല്ലാം വന്നു കഴിഞ്ഞിട്ട് നഷ്ടങ്ങളും പണനഷ്ടവും സമയനഷ്ടവും എല്ലാം പറ്റിയിട്ട് ദൈവത്തിന് എടുക്കത്തില്ല. ദൈവം നേരത്തെ സംസാരിച്ചു, തിരിച്ചറിയാൻ പറ്റിയില്ല. നിങ്ങൾ നേരത്തെ കേട്ട ദൈവം സംസാരിച്ച് തിരിച്ചറിഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പണനഷ്ടം ലാഭിക്കായിരുന്നു, സമയനഷ്ടം ലാഭിക്കായിരുന്നു, ജീവിതത്തിൽ പറ്റിയ പലതും ലാഭിക്കാമായിരുന്നു. നിങ്ങൾക്ക് അവിടെ വിശുദ്ധിയോടെ പരിജ്ഞാനത്തോടുകൂടെ മുമ്പിലോട്ട് പോകാമായിരുന്നു. പലരും തിരിച്ചറിയുന്നില്ല. ദൈവദാസൻ തലയിൽ കൈവച്ച് നിങ്ങൾക്ക് ശാസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു താൽക്കാലിക വിടുതൽ കിട്ടും. പക്ഷെ ദൈവം അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫ് തന്നെ ദൈവത്തോട് നേരെ ബന്ധമുള്ളതായിരിക്കണം. എന്തുവാ? നമ്മുടെ ലൈഫ് തന്നെ ദൈവത്തോട് ബന്ധമുള്ളതായിരിക്കണം. നമുക്കിനി പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് പോലെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായോ? പരിശുദ്ധാത്മാവാ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ജീസസ്, ഹോളി സ്പിരിറ്റ് നമുക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. ചുമ്മാ എഴുതിയേക്ക് നല്ലത് പറഞ്ഞു തരും. ചോദിക്കും. കർത്താവേ, ഞാൻ എന്തെടുക്കണം? ചിലപ്പോൾ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. ചിലപ്പോൾ ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കും. എന്നോട് ദൈവം സംസാരിച്ചു. എന്നോടൊരിക്കൽ എൻ്റെ 20കളിൽ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മിലിറ്ററി പോകണമെന്ന്. മെയിൻ ആഗ്രഹം ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്നായിരുന്നു, വിജയനെ പോലെ.
ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മിലിറ്ററി ചേരുന്നതന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് മിലിറ്ററി ചേർന്നത്. ഞാൻ ഒരിക്കൽ എൻ്റെ ഫാദർ മിലിറ്ററിയിലും കൂടെ ആയതുകൊണ്ട് ഒരിക്കൽ ഫാദർ നാട്ടില ഒരു യലഹങ്ക ഞാൻ പോയി. എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, PSFലെ ഒരു ആളെ കണ്ടു, റേഡിയോ ഓപ്പറേറ്ററായിട്ട് ഒരു സാധനം. അദ്ദേഹത്തെ ചെന്ന് ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ടെക്നിക്കൽ നല്ല പോസ്റ്റാ, ഡയറക്റ്റ് SI പോസ്റ്റാ, അങ്ങനെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഞാൻ അപ്പം പട്ടാളത്തിലല്ലേ, അപ്പം നിന്റെ കാര്യത്തിൽ ഒരു വഴങ്ങിയേണ്ട പോരുത്, എല്ലാം ഇപ്പോൾ എല്ലാം എഴുതി ഇൻ്റർവ്യൂവിനുള്ള ഓൾമോസ്റ്റ് അത്രയും പേപ്പർ വന്നു, ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് പോയാൽ മതി, അത്രയും വരെ വന്നു. ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു ഇങ്ങനെ കിട്ടി. ഞാൻ ഫാദർ പറഞ്ഞു നല്ലതാണ്, കുഴപ്പമില്ല, എല്ലാം നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഫാദറെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ 20കളിൽ കർത്താവിനോട് ഒരു ദൈവദാസനോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ മിലിറ്ററി പോകാൻ വേണ്ടിയിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, പോകണമെന്ന് ചോദിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇതിന് പോകണ്ടെന്ന് പറഞ്ഞു, ഇതിന് പോകണ്ടെന്ന് പ്രാർത്ഥിച്ചു. നിന്നെ ഇതിനല്ല, ദൈവത്തിൻ്റെ വിളി നിന്റെ പേരുണ്ട്, നീ പോകണ്ടെന്ന്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. എൻ്റെ പോക്കറ്റിരുന്ന ഇൻ്റർവ്യൂ കാർഡ് ഞാൻ കീറിക്കളഞ്ഞു. അവിടെ വേസ്റ്റിനത് ഓളെ കൂടെ ഒഴുക്കി വിട്ടു. എൻ്റെ ഫാദറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിന്റെ ഇൻ്റർവ്യൂവിന് പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. എൻ്റെ ഫാദർ എന്നോട് പറയാൻ പറ്റാത്ത ഒന്നും പറ്റാത്ത. നിനക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തൊട്ടായിരുന്നു നിന്റെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്, ഇത്ര അപ്പോൾ അവർക്കറിയാം പേസ്കയിൽ ഇതാന്നൊക്കെ. ഇല്ല, ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ അവിടെ കാണാൻ പോയായിരുന്നു വെടികൊടി ചത്തുപോയത്. പക്ഷേ കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ വിളി, കർത്താവിൻ്റെ വിളി, കർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പോകേണ്ട വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. ഇന്ന് ചിലപ്പോൾ എല്ലാവരും നിന്നെ കളത്ത പറയും, നീ എടുത്ത മഹാമണ്ഡലം, നിന്നെ പോലൊരു ഭോഷം വേറെ ആരുമില്ല. പക്ഷെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് ആ വല ഇറക്കിയെങ്കിൽ അല്ലേ, ഇന്ന് അറിയത്തില്ല, നാളെ അറിയത്തില്ല, മറ്റന്നാൾ അറിയത്തില്ല, ഫെയ്ത്ത്ഫുള്ളായിട്ട് മുൻപോട്ട് പോകും, ഫെയ്ത്ത്ഫുള്ളായിട്ട് മുൻപോട്ട് പോകും. ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് മണി കൂടെ പറഞ്ഞു, പക്ഷെ ഓഫ് ചെയ്തു, വീഡിയോ ഓഫ് ചെയ്തു. വീഡിയോയ്ക്ക് അതോടെ പോകണ്ടെന്ന് ഓർത്താണ്. ഫെയ്ത്ത്ഫുള്ളായിട്ട് കർത്താവ് നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കട്ടെ. സ്റ്റോപ്പ് ചെയ്തു.